നമ്മളിപ്പോൾ മേപ്പാടിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ MLA-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പറഞ്ഞതുപോലെ വലിയ ഒരു ആവേശം, ഒരു ഊർജ്ജമൊക്കെ കുട്ടികളുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ നഷ്ടപ്പെടലുകളുണ്ട്, വേദനകളൊക്കെ ഉണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് അവർ പാട്ടുപാടി ആസ്വദിച്ച് മേപ്പാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. മോനെ പേരെന്താ? അദ്നാൻ ആദിൽ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 2. ഉഷാറല്ലേ? സെറ്റല്ലേ? നന്നായിട്ട് പഠിക്കൂലേ? അല്ലേ? അതാണ് പറഞ്ഞത്. കണ്ടോ, അവൻ്റെ മുഖത്തൊക്കെ ആ പ്രസരിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. MLA, നമുക്ക് പതിയെ ഒന്ന് താഴേക്ക് ഇറങ്ങിയാലോ? അപ്പോൾ നമ്മളിങ്ങനെ മേപ്പാടി സ്കൂളിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണ്. MLA ഇത്രയും സമയം ക്ലീനറുടെ പണിയും കണ്ടക്ടറുടെ പണിയും ഒക്കെ ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് MLA തന്നെ ഡോറ് തുറന്ന് തന്നിട്ടുണ്ട്. പതിയെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തേക്ക് പോകാം. ഈ 3 ബസ്സുകളിലാണ് ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് കുട്ടികളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. എൻ്റെ ക്യാമറാമാൻ എത്തിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടികളെ ഓരോരുത്തരെയായി ഇവിടെ നിന്നും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർക്കിനി അവരുടെ സ്കൂളിലേക്ക് പുനഃപ്രവേശം അത് സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MLA ഉൾപ്പെടെയുള്ളവർ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇവിടെ പുനഃപ്രവേശനോത്സവത്തിൻ്റെ ഒരു ബോർഡുകളൊക്കെ വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ അവരെ വരിയായിട്ട് നിർത്തുന്നുണ്ട്. 2 വരിയായിട്ട് ഇനിയിപ്പോൾ അവർ ആദ്യം സ്കൂളിലേക്ക് കടക്കും. അവിടെ ബാൻഡ് മേളമൊക്കെ റെഡിയാണ്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരിക്കും അവരെ മേപ്പാടിയിലെ അവരുടെ സ്വന്തം വെള്ളാർമല സ്കൂളിലേക്ക്, ഒപ്പം തന്നെ മുണ്ടക്കൈ ദീപക് ഇനി നടക്കാൻ പോകുന്നത് ഈ കുട്ടികളെ വരിവരിയായിട്ട് നിർത്തി ചെണ്ടമേളത്തിന് അകമ്പടിയോടുകൂടി അല്ലേ പുനഃപ്രവേശനത്തിന് അവരെ തയ്യാറെടുക്കും. ഏറ്റവും കൗതുകരമായ കാഴ്ച നോക്കൂ. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ വേണം സ്കൂളിലോട്ട് പോകാൻ. കയ്യിൽ പുസ്തകമൊന്നുമില്ലാതെ സ്കൂളിലേക്ക് പോവുക, സ്കൂളിൽ ചെല്ലുമ്പോൾ പുസ്തകം എടുക്കുക, തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കളിക്കുക, അല്ലേ? എത്ര സുന്ദരമായ ഒരു കാലം. ഈ ദിവസം ഭയങ്കര രസമാണ്. കുട്ടികൾ ബാഗും തൂക്കിയല്ല പോകുന്നത്, കൈയൊക്കെ വീശി അങ്ങോട്ട് പോവുകയാണ്. മാത്രമല്ല VS രഞ്ജിത്താണ് ഇപ്പോൾ സ്കൂളിനുള്ളിലുള്ളത്. VS രഞ്ജിത്ത്, ഈ കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ വേണ്ടി എന്തൊക്കെയോ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്താണെന്ന് കൂടി ഒന്ന് പ്രേക്ഷകരോട് പറയൂ VS രഞ്ജിത്ത്. ഡോക്ടർ, ഞാൻ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് LKG ക്ലാസ്സാണ് ടീച്ചർ. ഏതാ ക്ലാസ് റൂമാണ്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വർണ്ണചിത്രങ്ങൾ കൊണ്ട് ചുമരുകളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് മധുരം കൊടുക്കുന്നുണ്ട്. മിഠായി കിട്ടിയോ? നല്ല കുട്ടികളൊക്കെ മിഠായി കൊടുക്കുന്നു, അതുപോലെ കളിപ്പാട്ടം കൊടുക്കുന്നു, അല്ലേ? വാവയ്ക്ക് കളിപ്പാട്ടം കിട്ടിയോ? മിഠായി കിട്ടിയോ? എന്താ പേര് പറ. മിഠായി ഉണ്ട് കയ്യിൽ. കിട്ടിയതോ മിഠായി? മാമിന് തരുമോ? മിഠായി. പേര് പറ. ആ മിഠായി കിട്ടത്തില്ല. അപ്പോ ഇതുപോലുള്ള കുരുന്നുകൾ ഒരുപാട് എത്തിയിട്ടുണ്ട്. മിഠായി ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ടീച്ചർ, നമ്മൾ എന്തൊക്കെയാ അവിടെ കുട്ടികൾക്ക് ഒരുക്കിയിട്ടുണ്ട്? ഞാന് മക്കള് ദുരന്തമുഖത്തുനിന്ന് രക്ഷപ്പെട്ട് ഓടിയ മക്കളാണ്. അവരെ മൈൻഡ് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. അപ്പം നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ എന്തൊക്കെയാണോ സർക്കാരാണെങ്കിലും മറ്റ് സന്നദ്ധ സംഘടനകളാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് തന്നെ ഈ 2 സ്കൂളും ചൂരൽമലയും മുണ്ടക്കൈയും പുനർവിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ മക്കൾക്ക് പരമാവധി കളിപ്പാട്ടങ്ങൾ സ്കൂളിലെ മുഴുവൻ കുട്ടികളും കൂടി വരുന്നുണ്ട് ഇപ്പോൾ. ഉണ്ട്. 1-2 മക്കള് മാറിയത് കാരണം മാറിപ്പോയെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇതാ ഈ ഒരു പാക്കറ്റ് നിറച്ച് മിഠായി ഉണ്ട്, ഒരു കവർ നിറച്ച് മിഠായി ഉണ്ട്, ഒരു പെൻസിലും സ്കെയിലും റബ്ബറൊക്കെ ഉള്ള ഒരു ചെറിയ കിറ്റുണ്ട്, അതുപോലെ കളർ പെൻസിലുകളുണ്ട്. ഈ വർണ്ണങ്ങളുടെ ലോകത്തേക്കാണ് അവർ വരുന്നത്, അല്ലേ? അവർക്ക് കളർ ചെയ്യാൻ നല്ല പുസ്തകമുണ്ട്, അല്ലേ? മാമന്മാർ കുറേ മിഠായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ സ്കൂളിൻ്റെ അകത്തേക്ക് വന്നാൽ അവരെല്ലാം മറക്കുന്ന ഉറപ്പാണ്. കാരണം അത്രയും അലങ്കരിച്ചിട്ടുണ്ട്. ചെറിയ സജ്ജീകരണമാണ്. ഡോക്ടർ അരുൺ ഓർമ്മയുണ്ടാവുന്നത് ഒരു പ്രാഥമിക ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രത്തിനോട് അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളാണ്. ഇത് നേരത്തെ എന്തായിരുന്നു എന്നൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് വീണ്ടും ഞാൻ പറയുന്നില്ല. അതാണ് ഇപ്പോൾ ക്ലാസ് റൂമുകളായി, ചെറിയ ക്ലാസ് റൂമുകളായി സജ്ജീകരിച്ചിട്ടുള്ളത്. ആ ക്ലാസ് റൂമുകളിലൊക്കെ കുട്ടികൾ ഓരോരുത്തരായി ക്ലാസ് റൂമുകളിൽ എത്തിക്കഴിഞ്ഞു. മക്കളൊക്കെ മിഠായിയൊക്കെ തിന്നിരിക്കുന്നുണ്ട്. മോളെ ആരും കരയുന്നില്ലല്ലേ VS രഞ്ജിത്ത്? അത് സന്തോഷമുള്ള കാര്യമാണ്. ആയിഷക്കുട്ടിയുണ്ട്. മോളതോ? മിഠായി എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? മാമന് ഫ്രണ്ട്സിനെ കണ്ടോ? സന്തോഷായോ? പാട്ട് പാടുവോ? നിലവേ നിലവിനഴകെ
താരമരിയെ ചിരിയും ചിരിയെ താടിനുയരാൻ മനസ്സ് വെറുതെ താനെ പാറിയൻ ലോകം എന്നിലെന്തിലാവേ എൻ തുവൽ പോലെ കത്തിൽ വന്ന് നെഞ്ചിൽ തൊട്ടില്ല ജീവമേ മ്യൂസിക് ഒക്കെ അടിപൊളിയായിട്ട് പാടുന്നുണ്ട് കേട്ടോ. പാടുന്നോ? അതെ അതെ അതെ, അതിന്റെ ട്യൂണൊക്കെ ഇട്ട് പാടുന്നുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആവട്ടെ. ഈ കുട്ടികളെ കഴിഞ്ഞ സ്കൂളിൽ ഇരുന്നത് പോലെ ആയിരിക്കുമല്ലേ ആ ബെഞ്ചിലൊക്കെ ഇരിക്കുക, തൊട്ടടുത്തിരുന്ന കൂട്ടുകാരികളെ ചേർത്തടുത്തൊക്കെ ഇരുത്തി അതേ ബെഞ്ചിൽ അതേപോലെ ആയിരിക്കും ഇരിക്കുക. അവർക്ക് ആ സ്കൂള് അതേ ക്ലാസ് മുറിയൊന്നും കിട്ടിയില്ലെങ്കിലും കുട്ടികൾ വരുമ്പോൾ പിന്നെ ആ ലോകമായങ്ങ് മാറും അല്ലേ. അവർ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്നു, വിശേഷങ്ങൾ പറയുന്നു അല്ലേ രഞ്ജിത്ത്? അതെ അതെ അതെ, നമുക്കിവിടെ കാണാൻ പറ്റുന്ന അവർ കൂട്ടുകാരികളെ കിട്ടിയതിന് സന്തോഷത്തിൽ ഒരുമിച്ച് നിർത്തുന്നു, ഒരുമിച്ചിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ടീച്ചറുണ്ട്, അതുപോലെ മാഷ്മാരുണ്ട്. അധ്യാപകനാണ് ഇവിടെ? അല്ല, തൊട്ടപ്പുറത്താണ്. ഞാൻ മേപ്പാടി LP സ്കൂൾ അധ്യാപകനാണ്. ഓക്കെ, നമ്മൾ ആ സ്കൂൾ പോലെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. രഞ്ജിത്തെ, ഇവരുടെ ഈ ഇരിപ്പിടം കൂടി ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ. മേപ്പാടി സ്കൂൾ പുതുതായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ഇരിപ്പിടം, ടേബിളും ചെയറും. കുട്ടികളൊക്കെ പുറത്തേക്ക് പോയതാണ്. കുട്ടികളൊക്കെ ഇവിടെ സ്വീകരണത്തിന് വേണ്ടി പുറത്തേക്ക് പോയിട്ടുള്ള കുട്ടികളാണ്. ഇതുപോലെ ബെഞ്ച്, ഇതേപോലെ ടീച്ചറാണോ? അല്ല, പാരന്റ്സ് ഇങ്ങനത്തെ ഇരിപ്പിടായിരുന്നു. അതെ, അവിടുത്തെ ഇരിപ്പിടം പോലെ അതെ അതെ, ആ സ്കൂൾ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളുണ്ട്. എവിടെ ഇപ്പൊ താമസം? ഇപ്പൊ മേപ്പാടി KV റോഡ് അടുത്താണല്ലേ? അവളെ ക്ലാസ് നോക്കിയിട്ട് ഇവിടെ എടുത്തതാണ് വീട്. സ്കൂളിലേക്ക് വരാൻ വരാൻ വേണ്ടി മദ്രസ സ്കൂളൊക്കെ അടുത്തായതുകൊണ്ട് ഓക്കെ ആയോ? ആയി വരുന്നേ. അപ്പോൾ അവിടുത്തെ അതേപോലത്തെ ക്ലാസ് റൂമും അതേപോലത്തെ ബെഞ്ചും ഡെസ്കും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. മുണ്ടക്കൈ LP സ്കൂൾ എങ്ങനെയായിരുന്നോ അത് തീർച്ചയായിട്ടും അതുപോലെ ഒരുക്കിയെടുത്ത് ആ കുട്ടികളെ മനസ്സ് അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള ഒരു ഒരുക്കത്തിൽ ആണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 1-ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു ഈ ക്ലാസ് റൂമും. അപ്പുറത്ത് 2-ാം ക്ലാസ് ഉണ്ട്. അങ്ങനെ മുഴുവൻ ക്ലാസ്സുകളും ഇവിടുത്തെ മുണ്ടക്കൈ LP സ്കൂളിലെ 61 കുട്ടികളുണ്ട്. ഈ 61 കുട്ടികളും ഇങ്ങോട്ട് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി അല്പസമയത്തിനകം ഇവരെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു. ഒരു ചെറിയ ഘോഷയാത്ര പോലെ സന്തോഷമുള്ള കാഴ്ച, ഇടവേളയുടെ തോന്നാത്ത വിധം സന്തോഷമുള്ള കാഴ്ചകളാണ് നമുക്ക് മേപ്പാടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്.